എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +2 ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള നമ്മുടെ ചാർജസ്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് ക്ലാസ്സസ് ഇടുമ്പോൾ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വീക്ക്ലി കണ്ടിന്യൂസ് ക്ലാസ്സസ് ഇടുന്നതാണ് ചാനലിൽ. അപ്പം നിങ്ങൾക്ക് +2 എക്സാം വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പം ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് ബാക്ക് ക്വസ്റ്റ്യൻസ് ആയാലും ഇൻ ടെക്സ്റ്റ്, നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇടയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് തിയറി ഡിസ്കഷൻ, ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് അതൊക്കെ ഡിസ്കസ് ചെയ്യാണ് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂളോംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കൂളോംസ് ലോ എന്ന് പറഞ്ഞത് സ്റ്റാറ്റിക് ചാർജസിന് തമ്മിലുള്ള ഫോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം 2 പോയിന്റ് ചാർജസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം, ചാർജസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി. 2 ചാർജസ് ഉണ്ടെങ്കിൽ 2 ചാർജസും സെയിം ആണെങ്കിൽ, സെയിം ടൈപ്പ് ഓഫ് ചാർജ് ആണെങ്കിൽ എന്ത് പറ്റും? 2 ലൈക്ക് ചാർജസ് വിൽ റിപ്പൽ ഈച്ച് അതർ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ചാർജസ് എടുക്കുകയാണ്, Q1 ആൻഡ് Q2. ഈ 2 ചാർജസ് തമ്മിൽ r ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം കൂളോംസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, 2 point charges attract or repel each other with a force which is directly proportional to the product of the magnitude of charges and inversely proportional to the square of the distance between them. അപ്പം 2 ചാർജസ് അത് അട്രാക്റ്റീവ് ആണോ റിപ്പൽസീവ് ആണോ നമ്മൾ പറയണമെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ചാർജസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ കൂളോംസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയാണ് പറയുന്നത്: ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ 2 point charges that is directly proportional to the product of their magnitude of the charges, അതായത് Q1 ഉം Q2 മൾട്ടിപ്ലൈ ചെയ്യുക, ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പം ഞാനിവിടെ r എന്നുള്ളതാണ് ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. അപ്പം Q1 Q2 ഡിവൈഡഡ് ബൈ r². F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 Q2 ബൈ r². നമുക്കറിയാം, പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ ഈക്വൽ സൈനിലേക്ക് മാറ്റണമെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ആ കോൺസ്റ്റൻറ്റ് നമ്മൾ k എന്ന് എടുത്തു കഴിഞ്ഞാൽ k ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ r² എന്ന് കിട്ടും. ഇതുപോലൊരു ഇക്വേഷൻ നിങ്ങൾ കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ പഠിച്ചതാണ്. F ഇസ് ഈക്വൽ ടു Gm1 m2 ബൈ r² എന്ന് പറഞ്ഞിട്ട്, അല്ലേ? അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ആയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സ് എന്നൊക്കെ. ഇവിടെയും അതെ, ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സ് ആണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നുള്ളത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ k എന്നുള്ളതിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയണം. ഇവിടെ SI യൂണിറ്റിൽ k ഇസ് ഈക്വൽ ടു 1/4πε0. അപ്പോൾ ഇതെന്താണ് ഈ ε0? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണ്? ε0 ആണ്. ഓക്കെ, 1/4πε0 ആണ് എന്ത്? ആ k എന്നുള്ളതിൻ്റെ വാല്യൂ. ഈ ε0 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, അതാണ് എന്ത്? ε0 എന്ന് പറയുന്നത്. അപ്പം ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിലുള്ള ഫോഴ്സിനെ നമുക്ക് എഴുതാൻ പറ്റും: ഫോഴ്സ് when 2 point charges are kept in vacuum at a distance of r between them, F in vacuum, that is equal to 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r². ഇനി ഈ ε0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ε0 ഈസ് ഈക്വൽ ടു 8.854 മൾട്ടിപ്ലൈഡ് ബൈ 10⁻⁻12 കുളോം സ്ക്വയർ N⁻⁻1 m⁻⁻2. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട വാല്യൂ ആണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ വാല്യൂ തന്നിരിക്കണം എന്നില്ല, തന്നാൽ നല്ലത്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ് ε0ൻ്റെ വാല്യൂ. ε0 എന്താണ്? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പഠിച്ചാലും മതി. അപ്പം 8.854 × 10⁻⁻12 കുളോം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഇതിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇതൊക്കെ നമുക്ക് 1 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം
നമ്മുടെ കെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കെ എന്തായിരിക്കും? 1/4 ഇൻറ്റു 3.14 ഇൻറ്റു ε0. അതാണ് എന്ത്? 8.854 ഇൻറ്റു 10⁻⁻12 എന്ന് വരും. അപ്പം നമുക്ക് എപ്പോഴും ഈ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഇതിൻ്റെ വാല്യൂ വരുന്നത് 9 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കുളോം (−2). അപ്പോൾ ഈ വാല്യൂ നമ്മൾ പഠിക്കുക. കെയിൻ്റെ വാല്യൂ അല്ലെങ്കിൽ 1/4πε0ൻ്റെ വാല്യൂ ആണ് എന്ത്? 9 ഇൻറ്റു 10⁻⁹ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എഫിൻ്റെ വാല്യൂ, ഫോഴ്സിൻ്റെ വാല്യൂ, വാക്വത്തിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എഫ് വാക്വം, that is equal to 9 into 10⁻⁹ Q1 Q2 divided by R square ന്യൂട്ടൺ എന്ന് എഴുതാം. ന്യൂട്ടൺ ആണല്ലോ നമ്മുടെ ഫോഴ്സിൻ്റെ യൂണിറ്റ്, ന്യൂട്ടൺ ആണ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ε0ൻ്റെ വാല്യൂ കൊടുത്തിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിൽ ε0 നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. പക്ഷേ കുളോംസ് ലോൻ്റെ വാല്യൂ, കുളോംസ് ലോൻ്റെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് 1/4πε0ക്ക് പകരം 9 ഇൻറ്റു 10⁻⁹ യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യാനാവും. അത് ഈസി ആയിട്ട് ചെയ്യാനാവും. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ഈ 1/4π ഇൻറ്റു ഈ 8.854 അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കൽ, അതൊക്കെ വലിയ ടൈം കൺസ്യൂമിങ് കാൽക്കുലേഷൻസ് ആയിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്. ഇത് ഓക്കെയാണ്. നമ്മൾ ഈ 9 ഇൻറ്റു 10⁻⁹ എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കുക. എൻട്രൻസിനായാലും ഇത് ഉപകാരപ്പെടുന്ന വാല്യൂ ആണ്. ഇത് പഠിക്കുക. ഓക്കെ, ε0ൻ്റെ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാർജിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ കുളോംസ് ലോൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് നമുക്ക് ചാർജിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വാക്വത്തിലുള്ള ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാം. എഫ് ഇൻ വാക്വം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇൻ വാക്വം ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻⁹ Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ ആണ്. ഇനി ഇവിടെ ഈ ഇക്വേഷനിൽ നമ്മൾ സപ്പോസ് Q1 ഇസ് ഈക്വൽ ടു Q2, നമുക്കതിനെ Q എന്ന് വിളിക്കാം. ഈ രണ്ട് സെയിം ചാർജസ്, സിമിലർ ചാർജസ് നമ്മൾ 1 മീറ്റർ ഡിസ്റ്റൻസിൽ വെക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ എന്ത് പറ്റും? നമുക്കിത് Q1 ഇസ് ഈക്വൽ ടു Q2 ഇസ് ഈക്വൽ ടു Q ആണ്. അപ്പോൾ നമ്മുടെ ഫോഴ്സ് എന്ത് പറ്റും? ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു Q സ്ക്വയർ ബൈ 1 എന്ന് വരും. ഇതേ കണ്ടീഷൻ, നമ്മൾ ഈ എടുക്കുന്ന കണ്ടീഷൻ്റെ കൂടെ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ചാർജസ് ഇൻ വാക്വം ലെറ്റ് ഇറ്റ് ബി 9 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നമ്മുടെ അസംഷൻ ആണ്. ഓക്കെ, ലെറ്റ് Q1 ഇസ് ഈക്വൽ ടു Q2 ഇസ് ഈക്വൽ ടു Q, R is equal to 1 meter and force experienced by these similar charges in vacuum is equal to 9 into 10⁻⁹ Newton. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എത്രയായിരുന്നു? ഫോഴ്സിൻ്റെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്ത് 9 ഇൻറ്റു 10⁻⁹ is equal to റൈറ്റ് ഹാൻഡ് സൈഡിൽ 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു Q1 Q2. അപ്പോൾ എന്ത് പറ്റും? Q ഇൻറ്റു Q ഡിവൈഡഡ് ബൈ 1. അപ്പോൾ ഈ 9 ഇൻറ്റു 10⁻⁹ എന്നുള്ളത് ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Q സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് Q ഇസ് ഈക്വൽ ടു ±1 കുളോം എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് Q സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആയതുകൊണ്ടാണ് എന്ത് Qൻ്റെ വാല്യൂ ±1 കുളോം എന്ന് വന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 1 കുളോം ഇസ് ദാറ്റ് ചാർജ് വിച്ച് റിപ്പൽസ് an equal and similar charge with a force of 9 into 10⁻⁹ Newton when placed in vacuum or air at a distance of 1 meter from it. അതായത് രണ്ട് സിമിലർ ചാർജസ്, അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, ആ രണ്ട് സിമിലർ ചാർജസ് നമ്മൾ വാക്വത്തിൽ 1 മീറ്റർ സെപ്പറേഷനിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഫോഴ്സസ്, ആ ചാർജസ് തമ്മിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 9 into 10⁻⁹ ന്യൂട്ടൺ ആണെങ്കിൽ ആ ഓരോ ചാർജും എത്രയായിരിക്കും? 1 കുളോം ആയിരിക്കും, ±1 കുളോം ആയിരിക്കും. അപ്പോൾ കുളോം ആണ് എന്ത്? നമ്മുടെ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഇതെന്താണ്? കുളോംബിൻ്റെ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജിൻ്റെ ഡെഫിനിഷനാണ് ഇത്.
ഇനി പറയാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്നുള്ളത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഡൈഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു ടേം അവിടെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളിപ്പം പറഞ്ഞ ഇക്വേഷൻ, കുളോംസ് ലോ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഫോഴ്സ് ഇൻ വാക്വം ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചാർജസ് വാക്വത്തിൽ മാത്രമല്ല വെക്കുന്നത്. സപ്പോസ് നമ്മൾ ഈ ചാർജസിനെ ഒരു മീഡിയം, ഏതെങ്കിലും മീഡിയം ആയിക്കോട്ടെ, അപ്പം ഒരു മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആ മീഡിയത്തിൽ ആ ചാർജസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ എഫ് ഇൻ ദ മീഡിയം എന്ന് പറയാം നമുക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4π. ഇവിടെ എപ്സിലോൺ 0 അല്ല, എപ്സിലോൺ. ഓക്കെ, എപ്സിലോൺ Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇവിടെ ഈ എപ്സിലോൺ എന്നുള്ളത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. ടേംസ് ഒക്കെ നന്നായിട്ട് ഓർമ്മിക്കണം. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് എന്ത് നമ്മൾ എപ്സിലോൺ 0 എന്ന് എടുത്തത്. ഇത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആണ് എന്ത് എപ്സിലോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഇക്വേഷൻ ഫോഴ്സ് ഇൻ ദ മീഡിയം ആണ്. ഫോഴ്സ് ഇൻ വാക്വം നമുക്കറിയാം, അവിടെ എപ്സിലോൺ 0 ആണ് നമ്മുടെ ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പം ഞാൻ ആ റേഷ്യോ എടുക്കുകയാണ്. ഫോഴ്സ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ വാക്വം എന്ന് പറഞ്ഞാൽ 1/4π എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡഡ് ബൈ R² ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം എന്താണ് 1/4π എപ്സിലോൺ Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/ε0 ഡിവൈഡഡ് ബൈ 1/ε, ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സ് ഇൻ വാക്വം ബൈ ഫോഴ്സ് ഇൻ മീഡിയം ഇസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0, അതായത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഡിവൈഡഡ് ബൈ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് കിട്ടും. ഇവിടെ നമ്മൾ കിട്ടി ഈ റിലേഷൻ എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ. ഈ എപ്സിലോൺ ആർ ആണ് എന്ത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്വം. എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ആണ് എന്ത് എപ്സിലോൺ ആർ. ഈ എപ്സിലോൺ ആർ എന്നുള്ളത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്. ഓക്കെ, അപ്പം എപ്സിലോൺ ആർ ഇതിന് നമ്മൾ വേറൊരു ലെറ്റർ വെച്ചിട്ടും ഡിനോട്ട് ചെയ്യും, കെ വെച്ചിട്ടും നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പം എപ്സിലോൺ ആർ ഓർ ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓർ ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്വം, that is equal to force in vacuum, force experienced by in vacuum divided by force experienced in the medium. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യൂമറിക്കലി ചെയ്യാനുള്ള ഒരുപാട് ഇൻഫർമേഷനാണ് ഇത്രയും 3-4 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് പ്ലേസ്ഡ് at a certain distance in air or vacuum to the force between same 2 charges placed at the same distance apart in that medium. അതാണ് എന്ത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ആർ ആണ്. നമ്മുടെ ഇവിടുത്തെ നോക്കുക 1/4π എപ്സിലോൺ ആണ് എന്ത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ മീഡിയം. അപ്പോൾ എപ്സിലോൺ എന്നുള്ളത് എന്ത് എഴുതാൻ പറ്റും? എപ്സിലോൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ. അല്ലെങ്കിൽ നമുക്ക് എപ്സിലോൺ 0 ഇൻറ്റു ഫോഴ്സ് ഇൻ മീഡിയം എപ്സിലോൺ എന്നുള്ളത് 1/4π എപ്സിലോൺ 0 K ടൈംസ് Q1 Q2 ഡിവൈഡഡ് ബൈ R² എന്ന് എഴുതാം. അപ്പം ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ വാക്വം നമുക്കൊരു ക്വസ്റ്റ്യനിൽ തന്നു. എന്നിട്ട് അതേ സംഭവത്തിന് നമ്മൾ എടുത്തിട്ട് ഒരു മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഫോർ എക്സാമ്പിൾ 80 വെച്ചു എന്ന് വെച്ചോ. അപ്പോൾ അവിടെ ഫോഴ്സ് 1/80 ഓഫ് ആക്ച്വൽ ഫോഴ്സായിട്ട് റെഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു സെപ്പറേറ്റ് ക്ലാസ് ചെയ്യും, ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ ഈസി ആയിരിക്കും, ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഈസി ആയിരിക്കും. അങ്ങനെ ഓരോ കണ്ടൻറ് എടുത്തതിന് ശേഷം ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യും. ഓക്കെ, പ്രോബ്ലംസ് മാത്രമായിട്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുളോംസ് ലോ ഇൻ വെക്ടർ ഫോം. കുളോംസ് ലോയിനെ നമ്മൾ വെക്ടറിൻ്റെ ടേമിൽ, ഫോഴ്സ് വെക്ടർ ആണല്ലോ, അപ്പോൾ അതിനെ വെക്ടർ ഫോമിൽ നമ്മൾ എങ്ങനെ എഴുതും നോക്കാം.
അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന രണ്ട് ചാർജസിനെ എടുത്തു. Q1 Q2 Q1ഉം Q2 അത് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് R എന്ന് എടുക്കാം. അപ്പം ഈ 2 ചാർജസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എടുക്കുന്നത് സെയിം ചാർജസ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മൾ വെക്ടറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വെക്ടർ നൊട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എടുക്കാൻ പോകുന്ന ഒരു ഫോഴ്സ് F12 എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ഓൺ ചാർജ് Q1 ഡ്യൂ ടു ചാർജ് Q2. ഓക്കെ, ഈ Q1ൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് എന്ത്? F12. ഞാൻ ഡയറക്ഷൻ ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നത് ഇറ്റ്സ് എ റിപ്പൽസീവ് ഫോഴ്സ് ബിക്കോസ് Q1 ആൻഡ് Q2 വി ഹാവ് ടേക്കൺ ആസ് സിമിലർ ചാർജസ് ഓർ ലൈക്ക് ചാർജസ്. ഓക്കെ, അപ്പം F12 ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ Q1 ബൈ ദ ചാർജ് Q2. അതേപോലെ F21 ഇങ്ങോട്ട് F21 എന്താണ്? ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ചാർജ് Q2 ബൈ Q1. അതും റിപ്പൽസീവ് ആയത് കാരണമാണ് അങ്ങോട്ടേക്ക് വരച്ചിരിക്കുന്നത്. അതേപോലെ ഇവിടെ നമ്മൾ യൂണിറ്റ് വെക്ടറും ആവശ്യമാണ്. യൂണിറ്റ് വെക്ടർ Q1 നിന്ന് Q2ലേക്കുള്ള യൂണിറ്റ് വെക്ടറിനെ ഞാൻ R12, യൂണിറ്റ് വെക്ടർ നമ്മൾ എന്തിടും? ക്യാപ്പാണ് ഇടാറ്. അപ്പോൾ ഇവിടെ R21 ആണ് എന്ത്? Q2 നിന്ന് Q1ലേക്കുള്ള യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഇവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് F12 എഴുതാൻ എങ്ങനെയാണ് എഴുതാൻ നോക്കാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. Magnitude of force F12 is equal to magnitude of force F21, that is equal to 1 by 4 pi epsilon 0 Q1 Q2 divided by R square. ഇതാണ് എന്ത്? നമ്മുടെ കൂളോംസ് ലോ പ്രകാരമുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ വെക്ടർ ഫോമിൽ F12 ഫോഴ്സ് വെക്ടർ F12 is equal to 1 by 4 pi epsilon 0 Q1 Q2 divided by R square into R21. എന്തുകൊണ്ടാണ്? F12ൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഏതാ? R21. അതേപോലെ F21 എങ്ങനെ എഴുതാം? ഡയഗ്രാം നോക്കിയിട്ട് പറയും. F12 എന്നുള്ളത് സെയിം, F21 എന്നുള്ളത് സെയിം ചാർജസ് ആണ്. 1 by 4 pi epsilon 0 Q1 Q2 divided by F21ൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ഏതാ? R12. ഇതിപ്പോൾ നിങ്ങൾ തിരിച്ചാണ് എടുക്കുന്നത് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇതെങ്ങനെ ഈ R12ഉം R21 ഒക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് നിങ്ങളുടെ ഡിസിഷനാണ്. ഓക്കെ, ഇവിടെ ഒരു കമ്പൽഷനും ഇല്ല നിങ്ങൾ എപ്പോഴും R12 ഇങ്ങനെ എടുക്കണം എന്നുള്ളത്. പക്ഷെ നമ്മൾ ഒരു ഡെറിവേഷൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാനിപ്പോൾ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ എഴുതണം, ആൻസർ ഷീറ്റിൽ എഴുതണം. അപ്പം F12 എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, F21 എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആൻസർ ഷീറ്റിൽ കൃത്യമായിട്ട് എഴുതിയാൽ നമ്മൾ ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട ഒരാവശ്യമില്ല. ബൈഹാർട്ട് പഠിക്കാൻ ആവില്ല ഇത്. ഓക്കെ, അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ലോജിക്ക് നോക്കുക. ഈ F12ൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ, ഞാൻ ഈ ഡയഗ്രത്തിൽ എടുത്ത യൂണിറ്റ് വെക്ടർ ഏതാ? R21 ആണ്. എന്ത്? F12ൻ്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ. F21ൻ്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ഏതാ? R12 ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വെക്ടർ ഫോമിൽ നമ്മൾ എഴുതുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ R12ഉം R21ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്ടേഴ്സാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? വെക്ടർ F12 is equal to minus F21. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കുളോംസ് ലോയിൻ്റെ വെക്ടർ ഫോമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അതേപോലെ അത് യൂണിറ്റ് വെക്ടറിൻ്റെ ടേമിലാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പൊസിഷൻ വെക്ടേഴ്സിൻ്റെ ടേംസിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇതിനൊന്നും ഒരുപാട് തലപുകക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അപ്പം ഞാനൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് ഈ ചാർജിനെ നമ്മൾ പൊസിഷൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു Q1 ഉണ്ട്, ഇവിടെ ഒരു Q2 ഉണ്ട്. ഓക്കെ, Q1 Q2 തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? R ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം Q1 എന്നുള്ളതിൻ്റെ പൊസിഷൻ വെക്ടർ നമുക്കറിയാം. പൊസിഷൻ വെക്ടർ എങ്ങനെ വരക്കാമെന്നൊക്കെ നമ്മൾ 11th പഠിച്ചതാണ്. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ വെക്ടർ ഞാൻ R1 എടുത്തു. പൊസിഷൻ വെക്ടർ ഓഫ് Q2 എത്രയാണ്? അതിന് R2 എന്നും എടുക്കാം. ഓക്കെ, അതേപോലെ 2 സിമിലർ ചാർജസ് ആകുമ്പോൾ F21 ഞാൻ നേരത്തെ എടുത്ത നൊട്ടേഷൻ തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. ഇങ്ങോട്ടാണ് എന്ത് വരിക?
F12 വരുന്നത്. ഓക്കെ, F12 ഇങ്ങോട്ടും F21 ഈ ഡയറക്ഷനിലും പോകും. ഓക്കെ, അപ്പം യൂണിറ്റ് വെക്ടറിൻ്റെ ഇവിടെ നമുക്ക് ഇതിനെ ഞാൻ ലെറ്റേഴ്സ് കൊടുക്കുക. ഇവിടെ A, B, പിന്നെ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിന് O എന്ന് കൊടുത്തു. അപ്പം XYZ ആക്സസ് XYZ കോർഡിനേറ്റ്സ് എടുത്തു. അപ്പോൾ ഡയഗ്രാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ജസ്റ്റ് നേരത്തെ ഒരു രണ്ട് പൊസിഷനിൽ വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്ടറിൻ്റെ ടേമിൽ നമ്മൾ കുളോംസ് ലോനെ എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇതിൽ നമ്മൾ എടുക്കുന്ന F12 is equal to 1/4πε0 Q1 Q2 divided by R1 minus R2 position vector R1 minus position vector R2 the whole cube into vector R1 minus vector R2. ഡെറിവേഷൻ്റെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല, നിങ്ങളിത് മനസ്സിലാക്കി വയ്ക്കുക മാത്രമേ വേണ്ടൂ. ഇപ്പോൾ നിങ്ങളായിരിക്കും ഇവിടെ ഇങ്ങനെ ക്യൂബ് വന്നു, ഇവിടെ മുകളിൽ ഒരു വെക്ടർ കൂടി വന്നിട്ടുണ്ട്, R1 മൈനസ് R2 വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ മാഗ്നിറ്റ്യൂഡാണ്. ഓക്കെ, അപ്പോൾ ഡയമെൻഷനലി R² തന്നെയാണ് താഴെ വരിക. അതേപോലെ F21 എന്തായിരിക്കും? 1/4πε0 Q1 Q2 divided by magnitude of R2 minus R1 the whole cube into R2 minus R1. ഇതാണ് എന്ത്? കുളോംസ് ലോ അല്ലെങ്കിൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ ടേംസ് ഓഫ് ദെയർ പൊസിഷൻ വെക്ടേഴ്സ്. അപ്പോൾ ഈ R1 R2 എന്നുള്ള നമ്മൾ XI + YJ + ZK അങ്ങനെയുള്ള എന്തെങ്കിലും ആയിട്ട് നമുക്ക് വാല്യൂസ് തരും. പിന്നെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം വെക്ടേഴ്സിൽ. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് പിന്നെയും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ വെൻ എ നമ്പർ ഓഫ് ചാർജസ് ആർ ഇന്ററാക്ടിങ് ദ ടോട്ടൽ ഫോഴ്സ് on a given charge is the vector sum of the individual forces exerted on the given charge by all the other charges. ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ ഒരു ചാർജ് അല്ലേ, രണ്ട് ചാർജ് വെച്ചിട്ട് അത് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ, അത് തമ്മിലുള്ള ഫോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. പക്ഷെ കുറേ ചാർജസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സപ്പോസ് ഒരു Q1 ചാർജ് ഇവിടെ ഉണ്ട്, Q2 ഇവിടെ ഉണ്ട്, Q3 ഉണ്ട്, അങ്ങനെ കുറേ ചാർജ് ഇവിടെ Qn എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ ഓരോ ഫോഴ്സും Q1ൻ്റെ മുകളിൽ Q2 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ട്. Q1ൻ്റെ മുകളിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇതാണ് എന്ത്? F12. Q3 എക്സേർട്ട് ചെയ്യും അല്ലേ? Q3 എക്സേർട്ട് ചെയ്യുമ്പോൾ എത്ര വരും? ഇതെന്താണ്? ഇതിനെ നമ്മൾ R13 എന്ന് വിളിക്കാം, ഇതിനെ R12 എന്ന് വിളിക്കാം, ഇതിനെ R1 എന്നും വിളിക്കാം. ഇതെല്ലാം എന്താണ്? പൊസിഷൻ വെക്ടേഴ്സ്, ഇതിൻ്റെ യൂണിറ്റ് വെക്ടേഴ്സ് വരും. അപ്പോൾ ഇതെന്താണ് വരിക? ഇത് F13 വരും, ഇത് F13 വരും. അതേപോലെ അങ്ങനെ കുറേ ചാർജസ് ഉണ്ട്, അതൊക്കെ ഫോഴ്സ് എക്സേർട്ട് ഉണ്ട് ഇവിടെ Q1ൻ്റെ മുകളിൽ. അപ്പോൾ എത്ര വരും? F1n വരും. എന്ത്? nth ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പ്രകാരം ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ചാർജ് Q1 that will be the vector sum of all the forces exerted on that charge. അങ്ങനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? F force experienced by the charge 1 that is equal to 1/4πε0 Q1 Q2 divided by R12 square into unit vector R21 plus ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ ഇവിടെ നമ്മൾ നേരത്തെ നൊട്ടേഷൻ പ്രകാരമാണെങ്കിൽ അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് R12 ആണ്. അപ്പോൾ ഇവിടെ R12 തന്നെ എടുക്കാം. ഓക്കെ, ഇതിൽ ഞാൻ എടുത്ത വെക്ടർ R12 ആണ്. അപ്പോൾ R12 സ്ക്വയർ പ്ലസ് അടുത്തത് ഏതാ? 1/4πε0 Q1 Q3 divided by R13 square into unit vector R13 plus etc plus 1/4πε0
Q1 Qn divided by R1n square into unit vector R1n. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ പറയുന്നത്. അതായത് നമുക്ക് 1/1 എങ്കിൽ നമുക്ക് 1/4πε0 ഉള്ളിൽ എടുത്തിട്ട് ബാക്കിയുള്ള ടേംസിന് മാത്രം ബ്രാക്കറ്റിൽ എഴുതാം. അതായത് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ആരും പഠിക്കേണ്ട, ഇത് സിമ്പിളാണ്. നമ്മൾ ഓരോ ഫോഴ്സും ഓരോ ചാർജും ഈ പർട്ടിക്കുലർ ചാർജ് Q1ൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എടുത്തിട്ട് അതിൻ്റെ വെക്റ്റർ സമ്മ് ആയിട്ട് അതങ്ങോട്ട് ആഡ് ചെയ്യുക. ഇനി ഇൻ കേസ് ഇത് നമ്മൾ Q2ൻ്റെ മുകളിലാണെങ്കിലോ, അപ്പോൾ എന്ത് പറ്റും? F2 ഈസ് ഈക്വൽ ടു Q1 Q2 വരും, Q3 Q2 വരും, Qn Q2 വരും. അങ്ങനെ മാറ്റി എഴുതാൻ പഠിക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ്റെ ഇക്വേഷൻ ജനറലായിട്ട് എഴുതുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുമ്പം നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി ഒരു 3 ടേമും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. ഒരുപാട് ഒന്നിച്ചെടുത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, അത് കാരണമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്, ടേംസ് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ. അപ്പം 3 ടൈപ്പ് ഓഫ് ചാർജ് ഡെൻസിറ്റീസ് ആണ് പറയാൻ പോകുന്നത്. ആദ്യത്തത് ലീനിയർ ചാർജ് ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് ചാർജ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടാണ് ഇനി പഠിക്കുന്നത്. ഇപ്പോൾ ഒരു വയറിൻ്റെ മുകളിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, ഒരു Q എമൗണ്ട് ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലാംഡ ആണ്. ലാംഡ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ L. ഓക്കെ, ലാംഡ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ L. അതായത് ചാർജ് ബൈ ലെങ്ത്. ഒരു ഫുൾ ലെങ്ത്തിൽ എത്ര ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതായത് യൂണിറ്റ് ലെങ്ത്തിലുള്ള ചാർജാണ് എന്ത് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു സർക്കിൾ ആണെങ്കിൽ എന്ത് ചെയ്യും? സർക്കുലർ ഷേപ്പിലാണെങ്കിൽ ഒരു കോപ്പർ വയറിനെ നമ്മൾ സർക്കിളായിട്ട് ബെൻഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ 2πr എന്ന് കൊടുക്കാൻ പറ്റും. അതിൻ്റെ റേഡിയസ് R ആണെങ്കിൽ Q ഡിവൈഡഡ് ബൈ 2πr ആയിരിക്കും എന്ത് ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? കുളോംബ് മീറ്റർ റേസ് ടു -1. അതേപോലെ അടുത്ത ഒരു ടേമാണ് എന്ത്? സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ഒരു സർഫസിൽ, ഒരു പ്ലെയിൻ സർഫസ് ആണോ അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ആണോ, എവിടെയാണെങ്കിലും ഒരു സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ചാർജ് ആണെങ്കിൽ അവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നുള്ള ടേമാണ്. സർഫസ് ചാർജ് ഡെൻസിറ്റീൻ്റെ റെപ്രസെൻറ്റേഷനാണ് സിഗ്മ. സിഗ്മ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ A, വേർ A ഈസ് ദ ഏരിയ. ഓക്കെ, ഏരിയ, ആ സർഫസിൻ്റെ ഏരിയ ആണ് എന്ത് A എന്ന് പറയുന്നത്. അതായത് ഒരു ഷീറ്റിൽ, ഒരു പ്ലെയിൻ ഷീറ്റിൻ്റെ സർഫസിലുള്ളത് അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കർവ്ഡ് സർഫസിലുള്ള ചാർജ് ഡെൻസിറ്റി എത്രയാണ്, അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി പറയും. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് Q എന്താണ്? കുളോംബാണ്. കുളോംബ് പെർ മീറ്റർ സ്ക്വയർ. കുളോംബ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനിയിപ്പോൾ അതൊരു സ്പെറിക്കൽ സർഫസിലാണെങ്കിൽ ഏരിയ എന്ത് വരും? 4πr² വരും. അപ്പോൾ ഏത് സർഫസ് ആണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതിന് കണക്കായിട്ട് ഏരിയയുടെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ കുളോംബ് പെർ മീറ്റർ സ്ക്വയറിൽ വേണം നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് ടേമാണ് എന്ത്? വോള്യം ചാർജ് ഡെൻസിറ്റി. വോള്യം ചാർജ് ഡെൻസിറ്റി പറഞ്ഞാൽ ഫുൾ വോള്യത്തിൽ, ഒരു ഒബ്ജക്റ്റിൽ ഒരു ഫുൾ വോള്യത്തിൽ നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള ഒരു സോളിഡ് സ്ഫിയർ ഫോർ എക്സാമ്പിൾ, അതിനകത്ത് Q എമൗണ്ട് ഓഫ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ വോള്യം ചാർജ് ഡെൻസിറ്റി അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇസ് റോ ഇസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ V. അപ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? കുളോംബ് മീറ്റർ റേസ് ടു -3. അതായത് വോള്യം SI യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് ആണ് വോള്യത്തിൻ്റെ SI യൂണിറ്റ്. അപ്പം കുളോംബ് പെർ മീറ്റർ ക്യൂബ് ആണ് എന്ത് വോള്യം ചാർജ് ഡെൻസിറ്റി. നമ്മൾ പഠിച്ചിരിക്കുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി ആൻഡ് വോള്യം ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ടൊന്ന് വായിക്കുക. ഓക്കെ, കുളോംസ് ലോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കുളോംസ് ലോ, അതിൻ്റെ വെക്റ്റർ റെപ്രസെൻറ്റേഷൻ എല്ലാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിൽ ക്ലാസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഞാൻ പ്രോമിസ് ചെയ്യണം റെഗുലറായിട്ട് ക്ലാസ് നിങ്ങളുടെ സിലബസ് എക്സാം തീരുന്നതിന് മുന്നേ തീരും. വിത്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള കൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ സെയിം ചാപ്റ്റർ കണ്ടിന്യൂഷൻ, വലിയൊരു ചാപ്റ്ററാണ്.
അപ്പം ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള കൺസെപ്റ്റ്, അതിൻ്റെ ഡെറിവേഷൻസ്, അവിടെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ടുള്ള ഡെറിവേഷൻ വരുന്നത്. ഓക്കെ, ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയാലോ, 5 മാർക്കിൻ്റെ ഡെറിവേഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാൻ പഠിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള കൺസെപ്റ്റായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.